അതാണ് പണ്ട് കാലത്ത് ചൊല്ലുണ്ട്, എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഓണാഘോഷിച്ചിട്ട് കാലം മറന്നു. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കെ കരുണാകരനും AKആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ച കാലത്തൊന്നും വവ്വാലുണ്ടായിരുന്നില്ല. ഇപ്പോഴെന്താ ഇത് രോഗം പരത്താൻ കാരണം? ഭരിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഫൈനൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള റിസൾട്ടാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. എന്നാലും ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് നിപ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതെ അതെ, എന്നെ ഒരുപാട് കളിയാക്കി, നിപ്പ റാണി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു. പക്ഷെ ഞാനതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം അന്ന് നല്ലൊരു ടീം വർക്ക് ഉണ്ടാക്കാനും അന്ന് നമ്മളുണ്ടാക്കിയ പ്രോട്ടോകോൾ, അതിന്റെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതൊക്കെയാണ് ഇന്നും നമ്മൾ ആശ്രയിക്കുന്നത്. അത് അറിവുള്ള എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അത് ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ അംഗീകാരത്തിന് വേണ്ടിയല്ല ചെയ്തത്, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ കർത്തവ്യം നിർവഹിച്ചതാണ്. പക്ഷെ അന്ന് എല്ലാവരും അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നത് ഇതിൽ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഏതൊരു